إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടു കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തുന്ന ആളുകൾക്കാണ് വിജയം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത്തരക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും പരിശുദ്ധ റമദാൻ മാസം കഴിയുന്നതോടെ വിശുദ്ധ ഖുർആൻ അടച്ചുവെക്കുന്ന അവസ്ഥയാണ് നമ്മളിൽ പല ആളുകൾക്കുമുള്ളത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഖുർആനെ സമീപിക്കുകയും പിന്നീട് അത് വിസ്മരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും സത്യവിശ്വാസികളായ നമുക്ക് ചേർന്നതല്ല. ഖുർആൻ അത് പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴുമുള്ള ഉണ്ടാകേണ്ടുന്ന അതിൻ്റെ അർത്ഥതലങ്ങളും അതുപോലെ ഖുർആൻ എന്താണ്, അതിന്റെ ഉള്ളടക്കമെന്നെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ, ആ നിലക്ക് ഖുർആനിനെ സമീപിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ അറിയാതെ കണ്ണുനീർ വാർന്നൊലിക്കേണ്ടതാണ്. മുൻഗാമികളായ സ്വഹാബികളാണെങ്കിലും താബിഈകളുടെ എല്ലാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുമൊത്ത് സംസാരിക്കുന്ന വേളയിലാണ്
പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. ഇതുപോലെ ഖുർആനിന്റെ പല വചനങ്ങളും പരലോക വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർഗനരകങ്ങളെ കുറിച്ച് പറയുന്ന, അതിന്റെ ഭീകരതയെല്ലാം ഉണർത്തുന്ന ആയത്തുകൾ നമ്മളും ഓതിപ്പോയവരും പാരായണം ചെയ്തവരുമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിയാതെ നിർജീവമായ ഹൃദയങ്ങളാണ് ഇന്ന് നമ്മിൽ ഭൂരിഭാഗം ആളുകൾക്കുമുള്ളത്? അതുകൊണ്ട് ഖുർആൻ എന്നത് അല്ലാഹുവിന്റെ അത്ഭുത വചനങ്ങളാണ് എന്നത് നാം ആദ്യം ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഹൃദയങ്ങളെ സ്വാധീനിക്കുവാനും മനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും നൽകുവാനും കൽപ്പുള്ള വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനസ്സുകൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ സമാധാനം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ അവിശ്വാസികളായിരുന്ന ധാരാളം ആളുകൾ, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അവിശ്വാസികളായ ആളുകൾ, അത്തരം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണം പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരെ സ്വാധീനിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഖുർആൻ ഉണ്ടാക്കിയ വലിയ മാറ്റം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് കടന്നു വരുന്ന ആ സമയം എല്ലാ അർത്ഥത്തിലും നീചന്മാരായ മോശപ്പെട്ട ജീവിതം നയിച്ച ആളുകളായിരുന്നു. ശിർക്കിലും കുഫ്റിലും ബിദ്അത്തിലും അനാചാരങ്ങളിലും കള്ളിലും പെണ്ണിലും ഇങ്ങനെ വേണ്ടുന്ന ലോകത്ത് നിലനിന്നിരുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളെല്ലാം അവരിൽ ഉണ്ടായിരുന്നു എന്നതാണ്. കളവും വഞ്ചനയും ചതിയും ഇങ്ങനെയുള്ള എല്ലാ തിന്മകളിലും ആപതിച്ച ഒരു ജനതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർക്കിടയിൽ 40 വയസ്സുവരെ ജീവിച്ചു. എന്നാൽ ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു അധാർമിക പ്രവർത്തനങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായിരുന്നില്ല. ആ പ്രവാചകൻ കള്ളു കുടിക്കാത്ത പ്രവാചകൻ, വ്യഭിചരിക്കാത്ത പ്രവാചകൻ, ശിർക്ക് ചെയ്യാത്ത പ്രവാചകൻ, വഞ്ചനയും ചതിയും ചെയ്യാത്ത പ്രവാചകൻ, കളവ് പറയാത്ത പ്രവാചകൻ 40 വയസ്സുവരെ ആ മക്കയിൽ ജീവിച്ചപ്പോ ആ പ്രവാചകന്റെ ജീവിതം കണ്ട് ആരും തന്നെ അത്തരം തോന്നിവാസങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. പിന്നീട് 40ാമത്തെ വയസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയി നൽകുന്നു ഖുർആൻ. ആ ഖുർആനിന്റെ വചനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തേക്ക് ഓതിക്കേൾപ്പിച്ചപ്പോ ആ ഖുർആനിന്റെ വചനങ്ങളാണ് അവരെ പരിവർത്തിച്ചതായി കാണാൻ സാധിക്കുന്നത്. പിന്നീട് ലോകത്തിന് മാതൃക എന്നോണം ലക്ഷക്കണക്കിന് സ്വഹാബികൾ എല്ലാ തിന്മകളിലും ആപതിച്ചിരുന്ന ഒരു സമൂഹം അവരുടെ ജീവിതത്തിൽ ലോകത്തിന് മാതൃക എന്നോണം ആ തിന്മകളെല്ലാം ഒഴിവാക്കി ഏറ്റവും നല്ല ഉത്തമനായ ഖുർആൻ, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നിലക്ക് അവരെ പരിവർത്തിപ്പിക്കാൻ കാരണമായത് ഖുർആനാണ്. നമുക്കറിയാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ വീരപുരുഷനായിരുന്നു അദ്ദേഹം. ആരും കണ്ടാൽ ഭയക്കുന്ന, പേടിക്കുന്ന കഠിന ഹൃദയത്തിന്റെ ഉടമയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തെ മൃദുവാക്കിയത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ത്വാഹയിലെ വചനങ്ങളാണ്. ഇതുപോലെ തന്നെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സൂറത്തുൽ ഹദീദിലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ വചനങ്ങൾ അദ്ദേഹത്തിന്റെ കർണപടങ്ങളിലേക്ക് കേൾക്കുകയാണ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് കീഴൊതുങ്ങാൻ സമയമായില്ല എന്ന ആ വചനം കേൾക്കുന്ന സമയത്താണ്
അദ്ദേഹം തെറ്റായ വഴിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാൻ സഹായിച്ചു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചരിത്രം കാണാം. അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ കണ്ണുനീർ അടക്കി നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അത് കേൾക്കാൻ മുശ്രിക്കുകളായ ആളുകളും സ്ത്രീകളും കുട്ടികളുമെല്ലാം തടിച്ചുകൂടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഉത്ബത്തും വലീദ് ബിൻ മുഗീറയും ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കളാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഖുർആനിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ അബൂജഹൽ അടക്കമുള്ള ഉത്ബത്ത് അടക്കമുള്ള വലീദ് ബിൻ മുഗീറ അടക്കമുള്ള ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ശത്രുക്കൾ അവരുടെ അനുയായികളോട് നിങ്ങൾ മുഹമ്മദ് ഓതിക്കൊടുക്കുന്ന ഖുർആൻ ആ വചനങ്ങൾ നിങ്ങൾ കേട്ടുപോകരുത് എന്ന് അവരുടെ അനുയായികൾക്ക് താക്കീത് ചെയ്യുമായിരുന്നു. കാരണം അത്രയും സ്വാധീനം ചെലുത്താൻ ഖുർആനിന് കഴിവുണ്ട് എന്ന് അവർ ഇവരെ മനസ്സിലാക്കിയതാണ്. എന്നാൽ അനുയായികളോട് ഖുർആൻ കേൾക്കരുത് എന്ന് പറഞ്ഞിരുന്ന വലീദ് ബിൻ മുഗീറയും ഉത്ബത്തും അബൂജഹലും അടക്കമുള്ള ആളുകൾ രഹസ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കാൻ അവർ ഒളിഞ്ഞിരുന്ന് കേട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ ഖുർആൻ അത് കേൾക്കാൻ അതിന്റെ മാധുര്യത്തിലും ഒഴുക്കിലും അമ്പരന്ന് പോയിട്ടുണ്ട് പൂർവികരായ ശത്രുക്കൾ പോലും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് വതിൽകൽ അംസാലു യദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മേൽ ഒരു കുന്നിന്റെ മുകളിലാണ് അതിനെ അവതരിപ്പിച്ചതെങ്കിൽ ആ കുന്ന് ആ പർവ്വതം അല്ലാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ അത് പൊട്ടിപ്പിളരുന്നത് നിനക്ക് കാണാമായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, ഒരു പർവ്വതത്തിന് പോലും ആ ഖുർആനിന്റെ അകക്കാം ഉൾക്കൊള്ളാൻ പറ്റാതെ അത് വിറച്ചുപോയത് പൊട്ടിപ്പിളരുമെന്ന് അല്ലാഹു പറയുമ്പോ ആ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളെ മൃദുവാക്കിയിട്ടുണ്ടോ, നമ്മുടെ ഹൃദയങ്ങളെ ലോലമാക്കിയിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മെ തദബ്ബുർ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അനാവശ്യ കാര്യങ്ങളിലേക്കോ അതുപോലെ നമ്മുടെ ആധുനികമായ നവമാധ്യമങ്ങളിലേക്കോ നമ്മൾ സമയം കളയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പലപ്പോഴും ഉറക്കം തൂങ്ങികളായി മാറുകയാണ്. ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പ്രധാന ലക്ഷ്യം അത് മനസ്സുകളെ ചിന്തിപ്പിക്കുക എന്നതാണ്, അത് തദബ്ബുർ ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറു ഉലുൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന ആ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് ഇത് ഖുർആൻ. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ചിന്തിച്ചു നോക്കുന്നതിനും ബുദ്ധിമാന്മാരായ ആളുകൾ അവർ ഉത്ബുദ്ധരാകുന്നതിനു വേണ്ടിയുമാണ് ഖുർആനിനെ അവതരിപ്പിച്ചത് എന്നതാണ്. നമ്മളെ ബുദ്ധിയെ തൊട്ടുണർത്തുവാൻ വേണ്ടി, ചിന്തിക്കുവാൻ വേണ്ടി ദൃഷ്ടാന്തങ്ങൾ ധാരാളം പരിശുദ്ധ ഖുർആനിൽ നൽകിയതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളുടെ ഉപദേശങ്ങൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ജ്ഞാനം തേടുന്ന ആളുകളാണോ, നിങ്ങൾ വിജ്ഞാനം അന്വേഷിച്ച് പോകുന്ന ആളുകളാണോ, അറിവ് തേടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഖുർആൻ എടുക്കുക. കാരണം പൂർവികരുടെയും പിൽക്കാലക്കാരുടെയും വിജ്ഞാനങ്ങൾ അതിലുണ്ട് എന്നതാണ്. എല്ലാ നിലക്കുമുള്ള വിജ്ഞാനങ്ങളുടെ ക്രോഡീകരണമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മൾ ആഴത്തിൽ പഠിക്കുമ്പോ അതിന്റെ അത്ഭുതങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ്
ശാസ്ത്രം എന്താണ് എന്നറിയാത്ത കാലഘട്ടത്തിൽ ശാസ്ത്രീയമായ വസ്തുതകൾ ഖുർആനിലൂടെ കാണാൻ സാധിക്കും. ഇന്നും ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പോലെ അതിൽ യാതൊരു വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അത് ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്. അതിലൊന്നും തിരുത്തേണ്ടി വന്നിട്ടില്ല എന്നതാണ്. അത് ഇനിയും ഖിയാമത്ത് നാൾ വരെ അതുപോലെ തന്നെ നിലനിൽക്കും. കാരണം അല്ലാഹുവാണ് ഖുർആൻ ഇറക്കിയത്. എല്ലാ കാലത്തെ കുറിച്ചും അറിയുന്ന റബ്ബിന്റെ വചനങ്ങളാണ് ഖുർആൻ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇനി ശാസ്ത്രം എത്ര തന്നെ വളർന്നാലും ഖുർആൻ പറഞ്ഞതിലേക്ക് ശാസ്ത്രമെത്തുക എന്നല്ലാതെ ശാസ്ത്രം പറഞ്ഞതിലേക്ക് ഖുർആന്റെ വചനങ്ങളെ മാറ്റിത്തിരുത്തേണ്ടുന്ന ആവശ്യമില്ല എന്നതാണ് ഇന്നും ഖുർആൻ അതുപോലെ നിലനിൽക്കുന്നതിന് തെളിവായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ ആ വീടുകളിൽ അവർക്ക് വിശാലതയുണ്ടാകും. അവിടെ നന്മകൾ കൂടുകയും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയും പിശാചികൾ അവിടെ നിന്ന് ഓടി പുറത്തു പോകുകയും ചെയ്യുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നിങ്ങൾ ഖുർആൻ പാരായണത്തിൽ നിങ്ങൾ മതിവരുന്ന ആളുകളായി മാറണമെന്നാണ്. ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള തിന്മകൾ, മോശപ്പെട്ട ചിന്തകൾ കറപിടിച്ച ഹൃദയത്തിന്റെ ആളുകളാണ് എങ്കിൽ ആ ഹൃദയം ലോലമാകുവാൻ, ശുദ്ധമാകുവാൻ നിങ്ങൾ നിരന്തരം ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവോട് എത്ര സ്നേഹമുള്ളവരാണ് എന്ന് അറിയാൻ, നിങ്ങൾക്ക് അല്ലാഹുവോട് സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ സ്വന്തം ഹൃദയത്തിൽ ഖുർആനിനോട് എത്ര സ്നേഹമുണ്ട് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി എന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ സ്നേഹിക്കേണ്ടവരാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുണ്ടാകേണ്ടത്, ഹുബ്ബുണ്ടാകേണ്ടത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്ക് വെള്ളവും വായുവും അതുപോലെ എല്ലാ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിച്ച എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകിയ ആ റബ്ബിനോടാണ് നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടാകേണ്ടത്. എന്നാൽ അതിന്റെ തെളിവായി സ്നേഹമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണോ, ഖുർആനുമായി ബന്ധമുള്ളവരാണോ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് സ്വയം നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഖുർആനിൽ നിന്ന് നിശ്ചിതമായ ആയത്തുകൾ, നിശ്ചിതമായ ഒരു പേജ് ഓതാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാനിൽ ഖത്തം തീർക്കാൻ നമ്മൾ മത്സരിക്കാറുണ്ട്. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ അത് അടച്ചു വെക്കുന്ന ആളുകളായി പലപ്പോഴും നമ്മളിൽ പല ആളുകളും മാറിയിരിക്കുന്നു എന്നത് സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ റമദാനിൽ മാത്രം ഖുർആൻ ഓതുന്ന, റമദാനിൽ മാത്രം ഖുർആനിന്റെ ആളുകളായി മാറുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. റമദാനാണെങ്കിലും റമദാൻ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും റമദാനിൽ പ്രത്യേകം കൂടുതൽ ഓതുന്ന ആളുകളായി മാറുകയും റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ നിരന്തരം ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകളായി നമ്മൾ മാറണം. അത്തരം ആളുകൾക്കാണ് അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക. അവർക്കാണ് അല്ലാഹുവിനോട് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളായി മാറാൻ സാധിക്കുക എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ അലീം വനഫഅനി വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വസിക്രിൽ ഹകീം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വലിസാഇൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്
അധാർമിക പ്രവർത്തനങ്ങളിൽ ആപതിച്ചുപോയ ജനങ്ങളെ നേരിന്റെ പാതയിലേക്ക്, ഹക്കിന്റെ പാതയിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക് വഴികാട്ടുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് റമദാനിൽ മാത്രം എടുത്തു വായിക്കുന്ന ഗ്രന്ഥമല്ല എന്നതാണ് നാം പറഞ്ഞു വന്നത്. നമ്മുടെ ദിനേനയുള്ള ജീവിതത്തിൽ ഖുർആൻ പാരായണം ചെയ്യുവാനും അതിന്റെ ആശയങ്ങൾ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നാം മാത്രം ഖുർആൻ പഠിക്കുന്ന ആളുകളായി മാറരുത്. നമ്മൾ പഠിക്കണം, നമ്മുടെ ഭാര്യമാരെ പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് ഖുർആൻ എന്താണ് എന്ന് അറിയാതെ ജീവിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുവാനും നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ വീടുകളെ ഖുർആൻ കൊണ്ട് ജീവസുദ്ധതാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഖുർആനിലേക്കാളും നല്ല ഒരു മാർഗം മറ്റൊന്നുമില്ല എന്നതാണ്. അല്ലാഹു അത്തരം ആളുകളെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പള്ളിയിൽ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ആഴ്ചയിൽ ഒരു ദിവസം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അതിന്റെ ആശയങ്ങളും അതിന്റെ അർത്ഥവും അതിന്റെ തജ്വീദ് നിയമങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും മഗ്‌രിബിന് ശേഷം നമ്മളും നമ്മുടെ അറിയുന്ന ആളുകളും നമ്മുടെ ഭാര്യമാരും കുടുംബസമേതം മക്കളടക്കം ആ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ അതിനു വേണ്ടി നമ്മൾ സമയം മാറ്റി വെക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമ്മൾ പല ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതിൽ സമയം മാറ്റി വെക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ മരണപ്പെട്ടാൽ, നമ്മൾ ഖബറിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലേക്കുള്ള പാതേയം, പരലോകത്തേക്കുള്ള പാതേയം ഈ ഖുർആനും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ മാത്രമായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ക്ലാസുകളിലേക്ക് മുടങ്ങാതെ ഒരൊറ്റ ദിവസവും ഖുർആൻ ക്ലാസ് ഞാൻ മുടക്കുകയില്ല. ദുനിയാവിന്റെ ഏത് ജോലി തിരക്കിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് ഏതെല്ലാം പ്രോഗ്രാമുകളുണ്ടെങ്കിലും ഖുർആൻ ക്ലാസ് ഒരു ദിവസവും ഞാൻ മുടക്കുകയില്ല എന്ന ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ വലുതും ചെറുതുമായ പാപങ്ങൾ ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ധാരാളം തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എല്ലാം അറിയുന്ന അല്ലാഹുവേ, അത്തരം പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ നാളെ പരലോകത്ത് അത് ശിക്ഷയ്ക്കുള്ള കാരണങ്ങളിൽ നിന്ന് ഞങ്ങൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിലേക്ക് പോകുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുന്ന, അവരെ സ്നേഹിക്കുന്ന യഥാർത്ഥ നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, നാട്ടുകാർ, കൂട്ടുകാർ, ബന്ധുമിത്രാദികൾ അവരെല്ലാം ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണ റഹ്മാനെ. അവർക്ക് മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം നീ കാത്തുരക്ഷിക്കണ റഹ്മാനെ. ഇരുലോകത്തും ഞങ്ങൾക്ക് ഗുണമുള്ള മക്കളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത്
بعد اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وهمومنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. أقم الصلاة.